നമുക്കെല്ലാവർക്കും ചേർന്ന ഒരു അനുഗ്രഹീത ഗീതത്തിൻ്റെ നാലുവരികൾ പാടും. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസനിൽ പരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസനിൽ പരമധികം. പകരുകയാത്മാവിൻ ശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ശിരസ് നമിച്ച് കണ്ണുകളടച്ച് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. സ്വർഗത്തിലെ മഹിമാവസ്ഥ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപികളായ മനുഷ്യകുലത്തിന് രക്ഷയും പ്രത്യാശയും നൽകിയ സർവശക്തനായ ദൈവം തമ്പുരാനെ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ പല ദേശങ്ങളിലും പലയിടങ്ങളിലുമായി നാടികൾ ഒരുമിച്ച് ഈ പരിശുദ്ധ ആലയത്തിൽ കൂടി വരുവാനും അവിടുത്തെ പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹീതമായ പെരുന്നാളിൻ്റെ സന്ധ്യയിൽ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ആയിരിപ്പാനും തന്ന കൃപയ്ക്കാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കൂടി വരവ് അനുഗ്രഹത്തിനായി തീരണമേ. വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ അത് ഹൃദയത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഫലം നൽകുവാൻ തക്കവണ്ണം വചനം സംസാരിക്കുന്ന അടിയനോടും കേൾക്കുവാൻ കടന്നു വന്ന ദൈവജനത്തോടും കൂടെ നിന്റെ ആത്മാവ് പരിവർത്തിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ സ്നേഹാദരവുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വന്ദനായ ഈ ഇടവകയുടെ ശില്പിയും ആത്മീയ ശുശ്രൂഷകൾ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വന്ദനായ ബിരുവച്ചൻ, വൈദിക സെമിനാരി കാലഘട്ടത്തിൽ ഒരുമിച്ച് 5 വർഷക്കാലം സന്തോഷത്തോടെയും സ്നേഹത്തോടും സഹോദരതുല്യമായി ജീവിച്ച് ഇന്നും ആ സ്നേഹം ഹൃദയത്തിൽ നിന്നും എത്ര അകലങ്ങളിലായിരുന്നാലും അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുവാനും ദൈവനിയോഗം പോലെ മൈലുകൾക്കപ്പുറം യാത്ര ചെയ്തപ്പോഴും ഇവിടെ കടന്നു വരുവാനും എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട ഈ ഇടവകയുടെ വികാരി വന്ദനായ ഷൈജുവച്ചനോടും കുടുംബത്തോടും ഒപ്പം ഈ ദേവാലയത്തിൽ ആയിരിപ്പാണ്ടക്കവണ്ണം ദൈവം തന്ന വലിയ കൃപയെ നന്ദിയോടെ ഓർക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത്. 5 വർഷക്കാലം 2011 വൈദിക സെമിനാരിയുടെ പടിയിറങ്ങിയതിനു ശേഷം വൈദിക ശുശ്രൂഷകളിൽ വിവിധ ദേശങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയും ഇടവകയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഭാരങ്ങളും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോൾ വീണ്ടും പലപ്പോഴും കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ പലപ്പോഴും വിരളമായിരുന്നു. അച്ഛൻ കേരളത്തിൽ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ മണ്ണിലേക്ക്, യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് പറിച്ചു നടക്കപ്പെടുമ്പോൾ ഞാൻ ഇന്ന് ആദ്യം കണ്ടപ്പോൾ ഓർത്തത് അച്ഛനോട് പറഞ്ഞത് തന്നെയാണ്, ദൈവത്തിൻ്റെ ഒരു നിയോഗം. കാരണം കേരളത്തിൽ വെച്ച് കാണുവാൻ കഴിയാത്ത ആളിനെ യൂറോപ്പിൻ്റെ മണ്ണിൽ വന്ന് കാണുവാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി എന്നതാണ് എന്നെ ഏറെ സന്തോഷിപ്പിച്ചത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ വർഷത്തെ കഷ്ടാനുഭവിച്ചോട് ബന്ധപ്പെട്ട് ഈ മണ്ണിലേക്ക് കടന്നു വരുവാൻ പ്രതികൂലതകളിലേക്ക് നടുവിലും ദൈവം സാഹചര്യങ്ങളേക്ക് അനുകൂലമാക്കി തന്നപ്പോൾ ഞാൻ കടന്നു വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അച്ഛന് ഏറെ സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് വരണമെന്നും പിന്നീട് അതിന്റെ ക്രമീകരണങ്ങൾ അനുസരിച്ച് ഇടവകയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു സന്ധിയിൽ ഒരുമിച്ച് കൂടുവാനും
നാളെ ദൈവഹിതമെങ്കിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാനും ഇടയാകണമെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയും അത്തരത്തിൽ ആ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പ്രിയ സഹോദരനെ കാണുവാനും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുവാനും, പ്രത്യേകിച്ച് വൈദികരൊക്കെ ആയിട്ട് ഞങ്ങളെക്കാൾ കുറച്ച് സീനിയറായിട്ട് ഏകദേശം 5 വർഷത്തിലധികം സീനിയറായിട്ട് പഠിച്ചതാണ്. അതിന് ബിനുവച്ചൻ ഞാൻ ലണ്ടനിൽ വന്നപ്പോഴാണ് അച്ഛനെയും കൊച്ചമ്മയൊക്കെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തത്. വൈദികരെ സംബന്ധിച്ചിടത്തോളം സെമിനാരിയുടെ അകത്തളങ്ങളിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും കുസൃതികളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ് 5 വർഷക്കാലത്തെ ആ ഒരു യൗവനകാലം. അതിനുശേഷം വീണ്ടും ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയും ഇടവകയുടെയൊക്കെ ചുമതലകളൊക്കെ ആയിരിക്കുമ്പോഴും ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കാണുമ്പോൾ അതേറെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതാണ്. പ്രത്യേകിച്ച് പഴയ ഓർമ്മകളിലേക്കാണ് എപ്പോഴും കടന്നു പോകും. അങ്ങനെ പ്രിയ സഹോദരനെ കാണുവാനിടയായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്തരത്തിൽ ഒരു അവസരം തന്ന ഇടവകയിലെ എല്ലാ ചുമതലക്കാരോടും എന്നെ കേൾക്കുന്ന ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. പരിശുദ്ധയായ ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ഒരു പെരുന്നാളിന്റെ ദിനങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഈ ദേവാലയം കടക്കുകയാണ്. മെയ് മാസത്തിന്റെ ആദ്യ നാളുകളിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഒരു വലിയ വിശുദ്ധന്റെ പെരുന്നാളിന്റെ ഏറെ തിരക്കുകളിലുമാണ്. അങ്ങനെ വിശുദ്ധനായ ഗീവറീസ് സഹദായുടെ അനുഗ്രഹീതമായ ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ മാസത്തിന്റെ അവസാന നാളുകളിൽ ആരംഭിച്ചിങ്ങനെ കടന്നു പോകുമ്പോൾ മെയ് മാസത്തിന്റെ അതിന് പകുതിയോടുകൂടിയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ഏറെ ശ്രേഷ്ഠകരമായ കതിരുകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ പെരുന്നാളിൽ പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയം ആ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച പെരുന്നാൾ ഏറ്റുനിർത്തുന്നത്. അത്തരത്തിൽ ഈ പെരുന്നാൾ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അച്ഛൻ അനുവദിച്ചിരിക്കുന്ന സമയങ്ങളിൽ അല്പസമയം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വ്യക്തി ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്പസമയം സംസാരിപ്പിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അവിടെ പറയുന്നു, യേശു തമ്പുരാൻ അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 19 verse 9 പ്രകാരം പറയുന്നു, Jesus said to him, today salvation has come to this house because this man too is a son of Abraham. ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തോട് നാം ചിന്തിക്കുമ്പോൾ ഈ പെരുന്നാളും പരിശുദ്ധ അമ്മയുടെ ജീവിതവും കേവലം സാങ്കല്പികമായി സംഭവിച്ച ഒന്നല്ല, പിന്നെയോ ഒരു ദൈവ നിയോഗത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തതിന്റെ അനുഭവമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം. ഒരു ദൈവ നിയോഗം, അതൊരു ഡിവൈൻ കോളിംഗ് ആണ്. സാധാരണ ജീവിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവ നിയോഗമുണ്ട്. ആ നിയോഗത്തെ തിരിച്ചറിഞ്ഞ ഒരു അമ്മയെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ഏറെ മധ്യസ്ഥത അണയ്ക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളെ കുറിച്ച് പിതാക്കന്മാർ പറയുന്നു. ഒന്ന്, ആ വ്യക്തിയുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. 1 വയസ്സായിരുന്നാലും 100 വയസ്സായിരുന്നാലും എന്നും ഓർക്കുന്ന ഒരു ദിവസമാണ് ഏതാ ജന്മദിനം. ഇനി രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെന്ന് പറയും. അതിനെ നമുക്കൊക്കെ വ്യക്തിപരമായി അത് വ്യത്യസ്തമായിരിക്കും, ഇല്ലയോ? ഒന്ന് ജന്മദിനമാണെങ്കിൽ നമ്മൾ സാധാരണ പറയും, ഇനി ഏതാ രണ്ടാമത്തെ ദിവസം? ഏതാ പറഞ്ഞു, കുഴപ്പമില്ല, മരണ ദിവസമാണെന്ന് പറയും. ഓക്കെ, അതൊരു സ്പെഷ്യൽ ഡേ ആണ്, നമ്മൾ അതിനുവേണ്ടി നോക്കിയിരിക്കുകയാണ്. അതല്ലാതെ ഏറെ വ്യത്യസ്തമായ ദിവസങ്ങളുണ്ട്, ഇല്ലയോ? ഒരു പക്ഷേ വിവാഹ ദിവസം, അത് സാധാരണ ആരും പറയാറില്ല, ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതൊക്കെ മറന്നൊക്കെ ജീവിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഏറെ സ്വപ്നങ്ങൾ കണ്ട് ഏറെ തയ്യാറെടുപ്പുകളോടുകൂടി ഈ യൂറോപ്പിന്റെ മണ്ണിലേക്ക് വന്നൊരു ദിവസമുണ്ട്, ഇല്ലയോ? PR ഒക്കെ കിട്ടുമ്പോഴും കിട്ടിയവർക്കും കിട്ടാതിരിക്കുന്നവർക്കും കിട്ടിയവരും ഒക്കെ പറയുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ 2021 കോവിഡിന് ശേഷമാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ ദിവസം, ഒരു ദിവസത്തെ കുറിച്ച് ഏറെ സ്വപ്നങ്ങൾ നിറഞ്ഞ ദിവസമാണ്. ഇങ്ങനെ വ്യക്തിപരമായി ഏറെ വ്യത്യസ്തതകളുണ്ടാകും. പക്ഷെ പിതാക്കന്മാർ പറയുന്നു, ഒരുവന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ദിവസം അവന്റെ ജന്മദിനമാണെങ്കിൽ, 2, ആ ജന്മദിനം കൊണ്ട് ദൈവം ഒരു നിയോഗം കൊടുത്തതിനെ തിരിച്ചറിയുന്ന ദിവസമാണ് രണ്ടാമത്തെ ദിവസം. Why is the divine purpose of my birth? എന്റെ ജന്മം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഭരമേൽപ്പിച്ചിട്ടുള്ള ഒരു നിയോഗം എന്ത് എന്നുള്ളത് വ്യക്തിപരമായി ലോക ജീവിതത്തിലെ
കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ഉള്ളിലുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന, ദൈവമേ എന്റെ ജീവിതം കൊണ്ട് ദൈവ നിയോഗം, ദൈവ ഇഷ്ടം എന്ത് എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം നാം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കാലങ്ങൾക്ക് മുമ്പേ ദൈവ നിയോഗത്താൽ അയക്കപ്പെട്ടവരുണ്ട്. പിതാവാ ദൈവം തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് കാലങ്ങൾക്ക് മുമ്പുള്ള പ്രവചന പൂർത്തീകരണമാണ്. അമ്മ മറിയത്തിന്റെ ജീവിതവും കാലങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. എന്നാൽ എല്ലാ വ്യക്തികളുടെയും ജീവിതം കാലങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാകണമെന്നില്ല. പിന്നെയോ ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിൽ അവർ തിരിച്ചറിയുകയാണ് എന്താണ് തങ്ങളുടെ ജീവിതത്തിന്റെ നിയോഗം എന്നുള്ളത്. പഴയ നിയമത്തിൽ നാം ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ആ മനുഷ്യൻ തന്റെ യഥാർത്ഥ ജീവിത നിയോഗം തിരിച്ചറിയുവാൻ തർസോസിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ആരാ പ്രവാചകൻ? യോന പ്രവാചകനെ കുറിച്ച് കാണുന്നു. അദ്ദേഹം വിചാരിച്ചു ഇവിടെ നിന്ന് അങ്ങ് സേഫായിട്ട് അങ്ങ് എസ്കേപ്പ് ആയി പോകുക, ഇതാണ് എന്റെ സുഖങ്ങളിലേക്ക് പോകുന്നതാണ് തന്റെ നിയോഗം എന്ന് ഓർത്തപ്പോൾ ദൈവം ഓർമ്മിപ്പിച്ച് ഇതല്ല നിന്റെ നിയോഗം. അപ്പോസ്തല പ്രവർത്തികളിൽ പുതിയ നിയമത്തിൽ നാം ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ആ മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതികളിലൂടെ കുതിരപ്പുറത്ത് അധികാരപത്രവുമായി ക്രിസ്ത്യാനികളെ എത്രയും മൃഗീയമായി പീഡിപ്പിക്കുവാൻ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ കരുതി അത് ശൗലാണ്. അദ്ദേഹം കരുതി അതാണ് തന്റെ ജീവിതത്തിന്റെ നിയോഗമെന്ന്. പക്ഷെങ്കിൽ അതായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിയോഗം. അവിടെ നിന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അദ്ദേഹം ആരായി മാറുന്നു? പൗലോസായി മാറുന്നു. വിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ ജീവിതവും ഈ പെരുന്നാളിനോട് ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ ഒരു സോൾജിയർ ആയിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ഭരണത്തിന്റെ ആ ഇടങ്ങളിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ജീവിക്കാമായിരുന്ന സാധ്യതകളിൽ ഒരിക്കൽ സഹദാ തിരിച്ചറിയുന്നുണ്ട്, എന്റെ ജീവിതം കേവലം ഒരു പട്ടാളക്കാരനായി ജീവിക്കുവാനല്ല, പിന്നെയോ ഒരു വിശുദ്ധനായി മാറുവാനുള്ള ദൈവവിളിയെ കുറിച്ച് അദ്ദേഹം കാണുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തതകളിലാണ് ഈ നിയോഗം നാം തിരിച്ചറിയുന്നത്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന ഉണ്ടാകേണ്ടത്, ദൈവമേ ഞാൻ എന്ന വ്യക്തിയുടെ യഥാർത്ഥ ദൈവ നിയോഗം എന്ത് എന്നുള്ള പ്രാർത്ഥന. ഒരു വൈദികനായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഞാൻ ആയിരിക്കുന്ന ഒരു വൈദികനുണ്ട്. നിങ്ങൾ പറയുന്ന റവറൻ ഫാദർ ജോ സാമുവേൽ എന്ന പേരിൽ ഞാൻ അറിയപ്പെടുന്ന, ഈ കുപ്പായമൊക്കെ ധരിച്ചിരിക്കുന്ന ഞാനായിരിക്കുന്ന ഒരു വൈദികനുണ്ട്. പക്ഷെ എന്റെ ഉള്ളിലെ പ്രാർത്ഥന, ദൈവമേ ഞാൻ ആയിരിക്കുന്ന വൈദികനിൽ നിന്ന് ആകാമായിരുന്ന ഒരു വൈദികനിലേക്കുള്ള ഒരു അകലമുണ്ട്. ആകാമായിരുന്ന വൈദികൻ എന്നുള്ളത് ദൈവം എന്നെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങളും നിയോഗങ്ങളുമാണ്. അത് കേവലം ഉദാഹരണമായി ഞാൻ വൈദികനെ കുറിച്ച് പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹം ഓരോരുത്തരും അവനവനെ കുറിച്ചൊന്ന് ചോദിക്കണം. ദൈവമേ ഞാൻ ഇന്ന് ആയിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ആകാമായിരുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ഒരു അകലമുണ്ട്. ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്. പോട്ടെ, ഞാൻ ഈ വേദഭാഗത്തോട് ചിന്തിച്ചുകൊണ്ട് 19-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സമൂലമായ ഒരു പരിവർത്തനം സംഭവിക്കുന്നതാണ് ഈ 19-ാം അധ്യായത്തിൽ പറയുന്നത്. ആളിന്റെ പേര് നമുക്ക് സുപരിചിതം. ആരായിരുന്നത്? സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. നമുക്കൊക്കെ വളരെ കുട്ടിക്കാലം മുതൽ നാം ഒരുപാട് കേട്ട് നമുക്ക് ഏറെ പരിചിതമായ ഒരു വ്യക്തിത്വമാണ് സക്കായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നിയോഗം തിരിച്ചറിഞ്ഞത് ഒരു കാലഘട്ടത്തിൽ, ജീവിതത്തിന്റെ ഒരു പ്രത്യേക നിമിഷത്തിലാണ്. അവിടെ നിന്ന് ആയിരുന്ന സക്കായിൽ നിന്ന് ആകാമായിരുന്ന സക്കായിലേക്കുള്ള ഒരു യാത്രയാണ് ഈ 19-ാം അധ്യായത്തിന്റെ 10 വാക്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത്. സമയത്തിന്റെ കുറവ് കൊണ്ട് 4 ചിന്തകൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താണ് ഈ മനുഷ്യൻ ഈ സന്ധിയിൽ, ഈ രാത്രിയിൽ നമ്മളോട് സംവേദിക്കുന്നത്? ഒന്നാമതായി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, ദൈവദർശനം ക്രിസ്തീയ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായിരിക്കണം. ക്രിസ്തു ദർശനം ക്രിസ്തീയ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായിരിക്കണം. The vision of God is the ultimate goal of Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദൈവദർശനമായിരിക്കണം. ഇന്നേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്പിരിച്വാലിറ്റിയുടെ കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ആത്മാർത്ഥമായ ജീവിതത്തിൽ ദൈവദർശനത്തിന് നാം എത്ര സാധ്യതകളാണ് നാം കൊടുക്കുന്നത്? ദൈവത്തെ കാണണം. നമ്മുടെ ആരാധനയും നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ സഭാ ജീവിതവും മൈലുകൾക്കിപ്പുറം ഈ യൂറോപ്പിന്റെ മണ്ണിൽ ഒരു ആരാധനയുടെ എല്ലാവിധമായ ക്രമീകരണങ്ങളും നിങ്ങൾ നടത്തുമ്പോൾ
നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ബോധ്യം എന്തായിരിക്കണം? ദൈവദർശനം എന്ന ബോധ്യമാകണം. കേവലം ഒരു കൂടിവരവുകൾക്കപ്പുറമായി ഉള്ളിന്റെ ഉള്ളിൽ ദൈവമേ, ഈ ഹാളിനെ ഒരു ദേവാലയമാക്കി മാറ്റുമ്പോൾ ഇവിടെ ദൈവം വസിക്കുന്നുവെന്ന ബോധ്യവും ആ ദൈവദർശനവുമായിരിക്കണം എന്റെ കൂടിവരവിന്റെ ലക്ഷ്യം. ഇല്ലെങ്കിൽ ഇത് മലയാളി അസോസിയേഷനും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ വരും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവദർശനമാകണം. അതിനെന്തുണ്ടാകണം? സഖായി ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവനൊന്ന് ആഗ്രഹിച്ചു, ശ്രമിച്ചു, ഒരു അറ്റംപ്റ്റ് നടത്തി. ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉള്ളിന്റെ ഉള്ളിൽ ദൈവമേ, ജീവിതത്തിന്റെ വ്യത്യസ്തതകൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും എന്റെ ദൈവം എനിക്ക് ആര് എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ദൈവദർശനം സാധ്യമാകുന്നത്? ഹൗ ക്യാൻ വി അറ്റൈൻ ദ വിഷൻ ഓഫ് ഗോഡ്? ദൈവദർശനം സാധ്യമാകുവാൻ പിതാക്കന്മാർ പറയുന്ന ഏതാനും വഴികൾ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഒന്നാമതായി പറയുന്നു, വിശുദ്ധിയോടുകൂടിയ വ്യക്തി ജീവിതം. എന്താണ് പറയുന്നത്? വിശുദ്ധിയോടുകൂടിയ വ്യക്തി ജീവിതം, ഹോളി പേഴ്സണൽ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ബോധ്യം പറയുന്നുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഇന്നും ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ എന്തില്ലാത്തത് കൊണ്ടാണ്? ജീവിതത്തിൽ വിശുദ്ധിയുടെ അംശം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആത്മീയമായും ശാരീരികമായും ഭൗതികമായും ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവന് മാത്രമേ ദൈവദർശനം സാധ്യമാവുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ജീവിതം മുഴുവൻ ഒരു വിശുദ്ധിയുടെ നിറകുടമായ ഒരു സ്ത്രീ രത്നത്തെയാണ് നാം ഇന്ന് മധ്യസ്ഥ അണയ്ക്കുന്നത്. ഈ പെരുന്നാൾ ആചരണങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ചടങ്ങുകൾ കൊണ്ടും അവസാനിപ്പിക്കുന്നതിനപ്പുറമായി ആ വ്യക്തി ജീവിതത്തിന്റെ ഹോളിനസ്, വിശുദ്ധി എന്റെ ജീവിതത്തിൽ അല്പമെങ്കിലും ഒന്ന് കൂട്ടുവാൻ ഈ പെരുന്നാൾ നമുക്ക് ഇടയാകണം. അപ്പൊ ഒന്നാമതായി ദൈവദർശനം സാധ്യമാകുവാൻ എന്ത് വേണം? വിശുദ്ധിയോടുകൂടിയ വ്യക്തി ജീവിതമാണ്. രണ്ടാമതായി പറയുന്നു, തിരുവചനത്തിൽ അടിസ്ഥാനമായ ജീവിതം. ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ താല്പര്യം. രാവിലെയും സന്ധ്യയ്ക്കും കൃത്യമായി തിരുവചനം വായിച്ച ഒരു പഴയ തലമുറയുടെ മക്കളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ ഇന്ന് ക്രിസ്ത്യാനികൾ, എസ്പെഷ്യലി ഓർത്തഡോക്സുകാർ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവീകരുടെ ഇല്ലായ്മകളിൽ അവരുടെ ചാണകം മെഴുകിയ തറയിൽ ഇരുന്നു കൊണ്ട്, ഓടുമേഞ്ഞ അല്ലെങ്കിൽ പുല്ലുമേഞ്ഞ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലം, ദൈവവചനം വായിച്ചതിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്നതെങ്കിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തോടുള്ള താല്പര്യം എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യം. വിശുദ്ധ വചനത്തോടുള്ള നമ്മുടെ താല്പര്യം. രാവിലെയും സന്ധ്യയ്ക്കും വചനം വായിക്കുവാൻ നാം എത്ര താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ദൈവദർശനം, ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. ദൈവം സംസാരിച്ചതെല്ലാമാണ് ഈ വചനത്തിലൂടെ നാം വായിക്കുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിലും ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംവേദിക്കും. ഇന്നിന്റെ കാലഘട്ടത്തിൽ, ഇന്നിന്റെ നൂറ്റാണ്ടിൽ ഈ വചനത്തിന്റെ പ്രസക്തി എന്തെന്ന് അറിയണമെങ്കിൽ പ്രാർത്ഥനാപൂർവം ഈ വചനത്തിൽ നാം അടിസ്ഥാനപ്പെട്ട് വായിക്കുവാൻ നമുക്ക് ശ്രമിക്കണം. യാക്കോബ് ശ്ലീഹാ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വചനം വായിക്കുന്നവൻ മാത്രമായി തീരാതെ അത് അനുഷ്ഠിക്കുന്നവനുമാകുന്നില്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കുന്നവനോട് തുല്യനാകുന്നു എന്നാണ് പറയുന്നത്. കാരണം കണ്ണാടിയിൽ നോക്കി നാം അതിന് മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഇമേജ് നാം മറന്നു പോകുകയാണ്. അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം. മൂന്നാമതായി പിതാക്കന്മാർ പറയുന്നു, ആത്മാർത്ഥമായ ആരാധന ജീവിതം, എ സിൻസിയർ ലൈഫ് ഓഫ് വർഷിപ്പ്. ആത്മാർത്ഥമായ ആരാധനാ ജീവിതം ഏറെ ചിന്തിക്കേണ്ട, ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ആരാധനാ ജീവിതം നമുക്കുണ്ട്, ഇല്ലയോ? ഇവിടെ ഈ ദേവാലയം ആരംഭിച്ചത് ഒന്നോ രണ്ടോ വ്യക്തികൾ എത്രയോ കാലങ്ങളിൽ ഒരു ആരാധനയുടെ അനുഭവം ഇല്ലാതിരുന്നിട്ട് ഒരു പക്ഷെങ്കിൽ ഒരച്ഛൻ കൂട്ടിവരുത്തി പ്രാർത്ഥനകൾ ഗ്രൂപ്പായി ആരംഭിച്ച് ഇവിടെ ഇന്ന് ഈ പ്രതികൂലതകളിലൊക്കെ നടുവിലും കുറെ ലിമിറ്റേഷനൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്കിന്ന് എന്തോ ഉണ്ട്? ആരാധനയുണ്ട്. പക്ഷെങ്കിൽ പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു, ആത്മാർത്ഥമായ ആരാധന ജീവിതത്തിൽ നിനക്ക് ദൈവദർശനം സാധ്യമാകും. കാൽവരി കുരിശിൽ നിനക്ക് വേണ്ടി ബലിയായവൻ
ഈ ബലിപീഠത്തിൽ അപ്പവീഞ്ഞങ്ങളായി മാറുന്നതിന്റെ അനുഭവത്തിന് വേണ്ടിയാണ് ഈ കൂടിവരവ് നാം ഒരുക്കിയിരിക്കുന്നതെങ്കിൽ ആ അപ്പവീഞ്ഞുകളിലൂടെ ദൈവദർശനം അർപ്പിക്കുന്ന എനിക്കും അനുഷ്ഠിക്കുന്ന നിങ്ങൾക്കും സാധ്യമാകുന്നില്ലെങ്കിൽ യാതൊരു ആത്മാർത്ഥത നമ്മുടെ ജീവിതത്തിലില്ല. മനോഹരമായി പൂത്തോമ പാടുന്ന അച്ഛന്റെ കുർബാനയും അല്ലെങ്കിൽ ശ്രുതിമധുരമായി രാഗങ്ങളോടെ താളങ്ങളോടെ പാടുന്ന ഒരു അച്ഛന്റെ ശുശ്രൂഷയും, നിങ്ങളുടെ വികാരിയെ കുറിച്ചല്ല, അച്ഛൻ പണ്ടേ പാട്ടുകാരനാ, അത് ദൈവം കൊടുത്ത ഒരു കഴിവാണ്. പക്ഷെങ്കിൽ അത് മാത്രമാണ് ആരാധന എന്ന് നാം ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ദൈവ ദർശനം സാധ്യമാകാതെ എനിക്ക് നിങ്ങൾക്കും വരുന്നുണ്ടോ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഇന്നത്തെ ഈ ആരാധന ജീവിതം ഏറെ എന്താ പറയുന്നേ, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിൽ പറയാറുണ്ട്, ഒരു സീസണൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ തെക്കൻ ഇടുക്കിയെ കുറിച്ച് പറഞ്ഞെങ്കിൽ എന്റെ സ്വദേശം പത്തനംതിട്ട കോന്നിയാണ്. ഞങ്ങളുടെ നാട്ടിലെല്ലാം ഈ സമയം സഹനാട് പെരുന്നാളിന്റെ ഒരു കാലഘട്ടമാണ്. പള്ളികളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, വല്ലാത്ത തിരക്കുകളാണ്. പുതുപ്പള്ളി ആയാലും കോന്നി ആയാലും എല്ലാം, ചന്ദനപ്പള്ളി ആയാലും എല്ലാ ഇടങ്ങളിലും പെരുന്നാളുകളാണ്. ഒരു സീസണൽ സ്പിരിച്വാലിറ്റി. അടുത്ത ആഴ്ച കൊടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ ആ പ്രദേശത്തേക്ക് കാണത്തില്ല. സഹത പോയിട്ടാണോ, ആള് പോയിട്ടാണോ, അതോ ഇനി ഒരു കൗതുകം കൊണ്ട് കൂടി വന്നതാണോ എന്നറിയത്തില്ല. സാധാരണ പറയാറുണ്ട് ഒരു സീസണൽ സ്പിരിച്വാലിറ്റി. പ്രിയമുള്ളവരെ, നാം നമ്മളോട് തന്നെ ആത്മാർത്ഥതയോടെ ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്, വിശുദ്ധ ആരാധനയും വിശുദ്ധ ബലിയും സഭാജീവിതവും സീസണൽ അല്ല. അത് കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ഉള്ളിലുണ്ടാകേണ്ട ഒന്നല്ല ആ ദൈവബോധ്യം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിൽ കാണും, പ്രത്യേകിച്ച് ഇവിടെ അതിനെക്കുറിച്ച് എനിക്ക് 2 മാസത്തെ പരിചയമേ ഉള്ളൂ. ഈ UK വിവിധ ഏകദേശം ഒരു 10-12ഓളം പള്ളികൾ ഞാൻ പോയി കാണുകയുണ്ട്. എനിക്കേറെ സന്തോഷം തോന്നി. ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണത്തെ കുറിച്ചൊക്കെ ഇവിടെ സമയം കുറഞ്ഞത് കൊണ്ട് ആരോട് സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് വളരെ നാട്ടിൻപുറത്ത് നിന്ന് വന്നൊരു അച്ഛനെന്ന നിലയിൽ, പക്ഷേ അച്ഛന്മാർക്ക് അത്രയും അത് മനസ്സിലാവുകയില്ല. ഞാൻ ഏറെ കൗതുകത്തോടെ, അത്ഭുതത്തോടെ, താല്പര്യത്തോടെ അത് കാണുകയുണ്ട്. പ്രത്യേകിച്ച് ഒരു ദേവാലയം പെട്ടെന്ന് അതിനുവേണ്ടി ഒരുക്കുന്നു. ഇങ്ങനെയുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ഒരു യുവ സമൂഹം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്നു എന്നുള്ളത്. നാട്ടിൻപുറങ്ങളിലെ ആരാധന അല്പം കൂടെ വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് സാധാരണ പറയാറുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സ്പിരിച്വാലിറ്റി എന്നാണ് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന പദത്തിന് മേൽത്തരമായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞങ്ങളുടെ നാട്ടിലെ ആരാധനയെ കുറിച്ച് പറയുന്നത് ദേ ആർ ഓൾവേസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. ഔട്ട്സ്റ്റാൻഡിങ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദേ ആർ ഓൾവേസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. പള്ളി ഓഫീസിൽ ഒരു തിരക്ക്, പള്ളിക്കുള്ളിൽ ആളുകളില്ല. ഔട്ട്സ്റ്റാൻഡിങ് സ്പിരിച്വാലിറ്റിയുടെ കാലം. പ്രിയമുള്ളവരെ, നാം നമ്മളിൽ നിന്ന് ചോദിച്ചുത്തരം കണ്ടെത്തേണ്ടതാണ്. കേവലം ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല. ദൈവ ആരാധന, വിശുദ്ധ ബലി, അതിൽ സംബന്ധിക്കുവാൻ നാം കടന്നു വരുമ്പോൾ പുറമേയുള്ള നമ്മളുടെ ക്രമീകരണങ്ങൾക്ക് അപ്പുറമായി കാൽവരി കുരിശിന്റെ സ്മരണ, പെസഹായുടെ അനുഭവം, കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കപ്പെടുമ്പോൾ അതല്ലേ ഞാൻ ബലിപീഠത്തിൽ സംഭവിക്കുന്നത്, അതല്ലേ? അതിനപ്പുറമായ താല്പര്യം, ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി നാം മറ്റുള്ളതിന് കൊടുക്കുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം. പിന്നെ എങ്ങനെ നാം ചിന്തിക്കുന്നത് ദൈവ ദർശനത്തെ കുറിച്ച്, വിഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദർശനം. അത് നേടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ആത്മാർത്ഥമായ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം. നമുക്കറിയാം, ഈ ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ഈ ഞായറാഴ്ചകളിലെ വായനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കർത്താവ് നന്നേ പണിപ്പെടുന്നുണ്ട്, ഇല്ലയോ? സാധാരണ ഭാഷ എന്തിനാ പണിപ്പെടുന്നത്? എന്റെ പൊന്ന് പത്രോസേ നീ പോകല്ലേ, എന്റെ പൊന്ന് തോമായി നീ ഓടല്ലേ, ഇല്ലയോ? നന്നായിട്ട് കർത്താവ് വർക്ക് ചെയ്യും. എന്തിനു വേണ്ടിയാ? ഞാൻ തന്നെയാണ് ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടോ? വിശ്വസിച്ചോ? വീണ്ടും വീണ്ടും ഒന്ന് പ്രത്യക്ഷപ്പെടുക. കാരണം ഇവരെ ഒന്ന് സ്ഥിരപ്പെടുത്താൻ 3 കൊല്ലം കൂടെ നടന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ശിഷ്യന്മാര് പോലും കർത്താവിനെ അങ്ങോട്ട് ഇത് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒപ്പമാകുവാൻ അപ്പമായവനെ മറന്നുകൊണ്ട് ശിഷ്യ സമൂഹം ഓടുകയാണ്. ഈ ലോകത്തിന്റെ അപ്പത്തിന് വേണ്ടി അവർ ഓടുമ്പോൾ കൂടെ നടന്ന് പറഞ്ഞു, ഇതാ അപ്പം ഒരുക്കി വെച്ചു, ഇവിടെ നിങ്ങൾക്ക് കഴിക്കുവാൻ ഞാൻ ഒരുക്കി വെച്ചു. ഒപ്പമാകുവാൻ അപ്പമായവനെ മറന്നപ്പോൾ ക്രിസ്തു പിന്നാലെ നടന്ന് അവരെ സ്ഥിരപ്പെടുത്തുകയാണ്. ഈ ആരാധനയിൽ നിന്ന്, ദൈവദർശനത്തിൽ നിന്ന്, ദൈവ സംസർഗത്തിൽ നിന്ന് നീ അകന്നു പോകരുതെന്ന്.
ഇടുക്കിയിലെ, ഒരുപക്ഷെ നിങ്ങളിൽ ഇടുക്കിക്കാരാണെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല, ഇടുക്കി മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടല്ലോ. മലങ്കര സഭയില് കൊച്ചു ദേവാലയങ്ങൾ പല തരങ്ങളിൽ ആളുകളുടെ എണ്ണം കൊണ്ടും സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടൊക്കെ തീരെ ചെറിയ ദേവാലയങ്ങളൊക്കെയാണ്. അവിടെ എന്റെ വൈദിക ശുശ്രൂഷ 2011 ഞാൻ പട്ടമേറ്റ് ഒരു കൊച്ചു ദേവാലയത്തിൽ പോയി. കേൾക്കുന്നുണ്ടോ? അങ്ങോട്ട് കേട്ടാട്. എന്തായാലും എന്നെ തോന്നിയെന്ന് വന്നതാണ് ഞാനിപ്പോ നാളെ എന്നെ ഒന്ന് കേട്ടാട് കുറച്ചേരം. അപ്പോഴ് ഒരു കൊച്ചു ദേവാലയം, മാസത്തിൽ ഒറ്റ തവണ കുർബാനയുണ്ട്. മാസത്തിൽ ഒരു തവണ കുർബാനയാകുമ്പോൾ വർഷത്തിൽ എത്ര കുർബാനയുണ്ട്? 12 കുർബാന ഇവിടുത്തെ തലമുറ പിള്ളേർ കാണുന്നുള്ളായിരുന്നു. അപ്പൊ അവരോട് ഇതൊക്കെ ചെന്ന് അച്ഛന്മാര് വല്ലതും അങ്ങനെ എങ്ങനെയാണെന്ന് അവനിങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുക. ഈ വൈദിക ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അച്ഛന്മാർക്ക് ഒരു ആവേശമാണ്, ഇല്ലയോ? വൈദിക എന്നൊക്കെ ഇറങ്ങുന്നുണ്ട്, ഇന്ന് ഇവിടെ തിരിച്ചു വെക്കും, ഇത് ഈ പള്ളി തന്നെ തിരിച്ചു വെക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാം ആ ഒരു വലിയൊരു ആവേശത്തിലായിരുന്നു. അങ്ങനെ ആവേശത്തിൽ ഞാൻ ഏകദേശം ഒരു 150 കിലോമീറ്റർ അപ്പുറം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്തെ ഒരു ദേവാലയത്തില് മാസത്തിൽ ഒരു തവണയുണ്ട്. അവിടെ കുർബാന അർപ്പിക്കാൻ ചെല്ലുമ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇന്നിപ്പോ പുതിയ പള്ളിയൊക്കെ തിരുമേനി വെച്ചു. അന്ന് അത് കൊച്ചു പള്ളിയാണ്, ടോയ്ലറ്റ് ഒക്കെ അകലെയാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം, പള്ളിക്കകത്ത് കിടക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോടൊപ്പം ശുശ്രൂഷയിലുള്ള 2 കുഞ്ഞുങ്ങൾ, ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങളാണ്, ചേട്ടനും അനിയനുമാണ്. അവനൊന്ന് 7-ലോ ഇളയവൻ 7-ലോ ഒക്കെ പഠിക്കുന്നു. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങൾ വൈകുന്നേരം വന്ന് അച്ഛന് കൂട്ട് കിടക്കാൻ വരും. കാരണം ഈ സ്ഥലം ഞാനൊക്കെ പറയാം, ഉപ്പുകുന്നെന്ന് പറയും, തൊടുപുഴയ്ക്കപ്പുറം ഈ ആനയ്ക്ക് ഇറങ്ങുന്ന വനമേഖലയാണ്. ഇനി പറഞ്ഞ അച്ഛൻ നിങ്ങൾ ആയിരിക്കും അച്ഛനങ്ങ് ക്രിയേറ്റ് ചെയ്തതല്ല, ഉള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഈ കോന്നിന്ന് വരുന്ന അച്ഛനെ ആ ഇടവക്കാരുടെ സ്നേഹം കൊണ്ട് തന്നെ അല്ല എടുത്തുകൊണ്ട് പോകണമെന്ന് ഈ പിള്ളേരെ കൂടെ കൂട്ടത്തിൽ വിടും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രത്യേകിച്ച് മദ്ബഹായിലൊക്കെ ശുശ്രൂഷിച്ച് വളരെ സ്നേഹത്തിൽ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുക. കാരണം ഇവനോട് പോയാൽ നമ്മുടെ കാര്യം അധോഗതിയാണ്. അപ്പൊ നമ്മളിങ്ങനെ അവരെ കൈവെള്ള കൊണ്ട് നടന്ന് വളർത്തി എന്ന് പറഞ്ഞാൽ ആത്മീയമായി. ഈ കുഞ്ഞുങ്ങളുടെ ഒരു സാഹചര്യം, ഇവരുടെ അപ്പൻ പിതാവ് നന്നേ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഈ അമ്മ അവിടുത്തെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പൊ എന്ന് ഈ അമ്മ അച്ഛൻ വന്നാൽ വൈകുന്നേരം സന്ധ്യയ്ക്കായാലും വന്ന് പ്രാർത്ഥിക്കും. ഓർക്കണം, മാസത്തിൽ ഒരു തവണയേ ഉള്ളൂ, അവർക്ക് സാധ്യത അതേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മ എന്ന് വന്നാലും മദ്ബഹായിൽ ആരാധനയിൽ രാവിലെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അന്നൊക്കെ അമ്മ കരയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ മരിച്ചു, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഏറെ പ്രതിസന്ധിയാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ അടുത്തിടയിൽ ഞാൻ ആ പള്ളിയുടെ പെരുന്നാളിന് ചെന്നു. പെരുന്നാളിന് അതിനിടയ്ക്ക് അറിയുന്നുണ്ടായി ഈ മക്കളൊക്കെ വളർന്നു. മൂത്ത മകന് ഗവൺമെന്റ് ജോലി, PSC ടെസ്റ്റ് ഞാൻ ജോലി കിട്ടി. ഇളയ മകന് PG വരെ പഠനം കഴിഞ്ഞ് അവന് നെറ്റ് ക്വാളിഫൈ ചെയ്ത് ആലുവ UC കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമില്ലയോ? പിന്നെ നിങ്ങൾ യൂറോപ്പിലാന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്ന് പറഞ്ഞ പോലെ ഈ മക്കളൊക്കെ വളർന്നു എന്ന് കണ്ടപ്പോൾ അച്ഛനും അമ്മക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കൂടെ നടന്ന കുഞ്ഞുങ്ങളാണല്ലോടാ എന്നൊക്കെയുള്ള ധൈര്യത്തില് ഞാൻ പെരുന്നാൾ ചെന്നപ്പോൾ 2 അമ്മയുണ്ട്, 2 മക്കൾ ഓടി വന്നു, സ്നേഹമുള്ളതുകൊണ്ട്. ഈ അമ്മ പിന്നെയും കരയുക. അപ്പൊ ഞാൻ ചോദിച്ചു, പൊന്നമ്മേ, പേര് പൊന്നമ്മയെന്നല്ല, പൊന്നമ്മേ, എന്തിനാ ഈ കരയുന്നത്? മക്കളുടെ അവസ്ഥ നോക്കി. അവൻ നേണ്ട കുടുംബത്തിൽ അപ്പൊ ഒരു കുഞ്ഞുമൊക്കെ ആയി കേട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ മൂത്തവൻ നല്ല മിടുക്കനായി, ഇളയ മകൻ വേണ്ട ഈ ആലുവ UC കോളേജിലെ ഗസ്റ്റ് ലെക്ചർ എന്നൊക്കെ അത്രയും ഒരു പൊസിഷനിലായല്ലോ. അപ്പൊ ഈ അമ്മ പറഞ്ഞു, അച്ഛാ, ഇതെല്ലാം എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, പക്ഷെ എനിക്ക് ഈ ഇളയ മകന് ഒരു വലിയ സങ്കടം, ഞാൻ ചിന്ത പറ്റി. അമ്മ പറയുകയാണ്, അച്ഛൻ ഇവൻ ഈ പഠിത്തമൊക്കെ അങ്ങോട്ട് കയറി അച്ഛൻ്റെ കൂടെ ഒക്കെ വളർന്നു വന്നതല്ലേ, മിടുക്കനായി കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാ പള്ളിയിൽ പോകുന്നത്? എന്തിനാ പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് നെറ്റ് ക്വാളിഫൈ ചെയ്ത് മിടുക്കനായ അവൻ ഈ ലോകത്തിന്റെ ഭൗതികമായ എല്ലാ ജ്ഞാനവും കിട്ടിയപ്പോൾ ഈ അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഈ അമ്മ ഈ മകനോട് മറുത്തു പറയാനുള്ള അറിവെന്നുള്ള അമ്മയല്ല, ഒരു സാധാരണക്കാരിയും ഇടുക്കിക്കാരിയാണ്. ഈ അമ്മ അന്നും ഇന്നും അന്നുവരെയും ഈ ബലിപീഠത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അമ്മ എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്ക് നേരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറേ നാളത്തെ സങ്കടങ്ങൾക്ക് ശേഷം ഇന്ന് എനിക്ക് ഞാൻ സന്തോഷം കൊണ്ടാണ് കരയുന്നത്. കാരണം അച്ഛനോടൊന്ന് സംസാരിക്കാൻ പറ്റി. ഇന്നത്തെ ഈ പെരുന്നാളിൽ എൻ്റെ ഈ മകൻ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്കായിട്ട് അവൻ ഇന്നലെ കുപ്പായമൊക്കെ വാങ്ങി കൂദാശ ചെയ്ത് തിരിച്ചു വന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലേറെ സന്തോഷം നൽകുന്ന അവസ്ഥ. ബലിപീഠത്തിൽ നിന്ന് ഒരു മകൻ അകന്നു പോയപ്പോൾ ഒരമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, കരയുകയാണ്. അവന്റെ ലോകപ്രകാരം അവന്റെ അറിവും ഒക്കെ വളർന്ന് സാഹചര്യങ്ങളൊക്കെ കൂടി, പക്ഷെ അമ്മയുടെ കണ്ണുനീര് അവൻ എവിടെ നകുന്നു?
ബലിപീഠത്തിൽ നിന്ന് അകന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, ന്യൂ ജനറേഷൻ എന്നും ഒക്കെ പറഞ്ഞ് കാലഘട്ടത്തെ നാം വല്ലാതെ ഇങ്ങനെ അങ്ങ് ആക്കി വെച്ചിരിക്കുമ്പോഴും കരയുന്ന മാതാപിതാക്കൾ കുറയുന്നതാണ് കുടുംബങ്ങളിൽ ഏറെ അസ്വസ്ഥതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളുടെ ഭാവിയെ കുറിച്ച് ഏറെ ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ദൈവസന്നിധിയിൽ വീഴുന്നുണ്ടോ? ഏറെ കരഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനിയും നിങ്ങൾ ഏറെ കരയണം ദൈവസന്നിധിയിൽ. ബലിപീഠത്തിൽ നിന്ന് അകന്നുപോയ ഒരു മകനെ കുറിച്ച് കരയുന്ന ഒരു അമ്മ. ഈ സഭയിൽ ഇങ്ങനെയുള്ള അമ്മമാരുണ്ടായാൽ ഈ തലമുറ ഒരിക്കലും നാശത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒന്നും കടന്നു പോവുകയില്ല. ആദമേ ആദമേ നീ എവിടെ? ഇതാണ് ഉൽപ്പത്തിയിലെ മനുഷ്യ ചരിത്രം ആരംഭിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇതാണ്, ആദമേ ആദമേ നീ എവിടെ? ഇന്നലെ വൈകുന്നേരം വരെ കൂടെ നടന്ന ദൈവം ഇന്ന് വന്നപ്പോൾ ആരെ കാണാനില്ല. ആദം മിസ്സിംഗ് ആണ്, ഇല്ലയോ? ഇവിടെ പരസ്യമൊക്കെ കൊടുക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ആദത്തെ കാണുന്നില്ല. കാരണം ഇന്നലെ വരെ കൂടെ നടന്നവനാണ്. 5-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവൻ ദൈവത്തോട് കൂടെ നടന്നവനാണ്. അവന്റെ പേരാണ് ഹാനോക്ക്. ദൈവത്തോട് കൂടെ നടന്ന ഒരു തലമുറ. അപ്പൊ ദൈവം കൂടെ നടന്നവനിൽ നിന്ന് അകന്നപ്പോൾ അവനെ തിരികെ പിടിക്കുവാൻ ദൈവത്തിന്റെ വലിയ ശ്രമമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ദൈവദർശനത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമൊക്കെ അകന്നു പോകുമ്പോൾ ഈ ആരാധന നമുക്ക് ദൈവദർശനത്തിന് അടിസ്ഥാനമായ ഒരു സാക്ഷ്യമായി അനുഭവമായി മാറുമ്പോൾ, ആത്മാർത്ഥമായ ആരാധന ഈ ബലിപീഠത്തിൽ ഈ ബലിയർപ്പിക്കുമ്പോൾ, ഇതിൽ അനുഭവിക്കുമ്പോൾ, ഇതിൽ പങ്കുചേരുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് ആ കാൽവരി കുരിശിനെ നോക്കി ഒഴുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. നഷ്ടപ്പെട്ടു പോയ ദൈവദർശനത്തെ തിരികെ പിടിക്കുവാൻ പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു. 3 വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. വിശുദ്ധിയോടുകൂടിയ വ്യക്തി ജീവിതം ഉണ്ടാകണം, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാകണം, ആത്മാർത്ഥമായ ആരാധന ജീവിതം നിനക്കുണ്ടാകണം. രണ്ടാമതായി, സക്കായുടെ ജീവിതത്തിൽ നാം കാണുന്ന, നമുക്ക് ആ സ്റ്റോറി വളരെ കൃത്യമാണല്ലോ. അവിടെ നേണ്ട സക്കായിക്ക് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടായി, ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. പക്ഷെങ്കിൽ നാം കാണുന്നു, 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അവിടെ അവനതിന് സാധിക്കുന്നില്ല. ഒരു പേഴ്സണൽ ക്രൈസിസും ഒരു സോഷ്യൽ ക്രൈസിസും അവന് മുമ്പിൽ ഉണ്ടാവുകയാണ്. പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, ദൈവസന്നിധിയിൽ നിന്ന് അകലുവാൻ നമുക്കിടയാകരുത്. ജീവിതത്തിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് കൂടെ നിൽക്കുവാൻ സാധിക്കണം. നാം മനോഹരമായി പാടി, എന്താ പാടി? പരീക്ഷ എന്റെ ദൈവം. പാടിക്ക്. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ജീവിതത്തിൽ പരീക്ഷകളുണ്ട്, പക്ഷെ പരിഹാരവും ആ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിസന്ധികളിൽ നിന്ന്, പ്രതികൂലതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ സഖായി ഓടി ഒളിക്കുന്നില്ല. ഒരു ശ്രമം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ ദൈവദർശനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒട്ടനവധി റീസൺസ് നമുക്കുണ്ടാകാം. അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചുള്ള ബോധ്യങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിലെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ആകാം. ഇത് ദൈവദർശനത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നുവെങ്കിൽ നാം അവിടെ നിന്ന് അകന്നു പോകുവാനല്ല, പിന്നെയോ ദൈവത്തോട് കൂടുതൽ അടുത്തു പോകുവാൻ നമുക്കിടയാകണം. പ്രതികൂലതകളുടെ നടുവിൽ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോവുകയല്ല. നാം ഒരു അമ്മയുടെ പെരുന്നാളല്ലേ കൊണ്ടാടുന്നത്. നേർച്ചകളും കാഴ്ചകളും ഒക്കെ നാം അർപ്പിക്കുമ്പോഴും എത്ര പ്രതികൂലതകളാണ് ഈ അമ്മ അനുഭവിച്ചത്, എത്ര പുഞ്ചിരിയോടാണ് ആ പ്രതികൂലതകളെ നേരിടുന്നത്. ഒന്നിനും ഒരു ചോദ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. നമ്മുടെ ഇന്നത്തെ സ്പിരിച്വാലിറ്റിയോട് ചേർത്ത് പറയേണ്ട 3-ാമത്തേതാണ് കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി. ചില കണ്ടീഷൻ നാം വെക്കും, ഇല്ലയോ? ഈ പെരുന്നാളിൽ നമുക്ക് ചില കണ്ടീഷൻ ഉണ്ടാകരുതെന്നാണ് എന്റെ പ്രാർത്ഥന. ഇത് നടന്നാൽ അത് തരാം, ഇല്ലയോ? പറഞ്ഞിട്ടില്ലയോ? മനസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹതായി, എന്റെ പൊന്നു സഹതായി, പൊന്നു മാതാവി, ഇത് ശരിയായാൽ PR കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുമ്പോൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഞാൻ ഏറെ കേട്ടതാണ്, PR കിട്ടാൻ പാടാന്ന് പറയുന്നത്. കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് കിട്ടണേ. കിട്ടിയില്ലെങ്കിൽ, കിട്ടിയാൽ പള്ളിക്ക് കൊടുക്കും, കിട്ടിയില്ലെങ്കിൽ പോകും. ഇത് കണ്ടീഷണൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി നമുക്ക് ഉണ്ടാകേണ്ട ദൈവ സംസർഗം, റിലേഷൻ വിത്ത് ഗോഡ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ആവരുത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തില് 12 അധ്യായങ്ങളേ ഉള്ളൂ. അതിനകത്തിൽ 4 പേരുടെ കഥയാണ് പറയുന്നത്. ആരുടെയൊക്കെയാ? ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ. അതിൽ പെട്ടെന്ന് പറയട്ടെ, 3-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. അവിടെ നെബൂഖദ്നേസർ രാജാവ് ഒരു ഓർഡർ ഇടുകയാണ്,
എന്നെ മാത്രമേ ആരാധിക്കാവൂ, ഞാൻ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ ആരാധിക്കണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്തോ ചെയ്യും, അവരെ എടുത്ത് തീച്ചൂളയിടും. 3-ാമത്തെ അധ്യായം ചുരുക്കമായി പറഞ്ഞാൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ചെറുപ്പക്കാരും, അവരുടെ പ്രായം നാം ശ്രദ്ധിക്കണം. അവർ യൗവനകാലത്തൂടെ കടന്നു പോകുന്ന, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പോകാറാകുമ്പോഴത്തേക്ക് ദൈവസ്ഥത്തിലേക്ക് വന്നതല്ല. ജീവിതത്തിന്റെ നല്ല കാലഘട്ടങ്ങളിൽ നിശ്ചയമായ തീരുമാനമെടുത്ത് ജീവനുള്ള ദൈവത്തെ അല്ലാതെ ഇനി എന്തെല്ലാം ജീവിതത്തിൽ ലഭിക്കാമെങ്കിലും അതിൽ നിന്നോട് കോംപ്രമൈസ് ചെയ്തിരുന്ന് പറയുന്ന ചെറുപ്പക്കാര് 3-ാമത്തെ അധ്യായം നാം വായിക്കണം. അവിടെ പറയുന്നുണ്ട്, അവരെ ഇങ്ങനെ എരിയുന്ന തീച്ചൂളയിൽ ഇടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എവിടെ ഇടുക? എരിയുന്ന തീച്ചൂള ഇടുകയാണ്. ആ എരിയുന്ന തീച്ചൂള നടുവിൽ കിടക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ഈ ദൈവത്തെ ഒന്ന് മറുത്തെന്ന് പറഞ്ഞാൽ മതി ഒരു വാക്കുകൊണ്ട്. 17-ാമത്തെ വാക്യം, 3-ാം അധ്യായം 17-ാം വാക്യം അവിടെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഈ തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. ശ്രദ്ധിക്കണേ, എന്തോ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഈ തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. താഴെ വിശ്വാസമോ? ഈ 3 പേര് എവിടെ കിടന്ന് പറയുക? ഈ വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എനിക്കുണ്ട് ഈ വിശ്വാസം. എന്താ പറയും? കർത്താവേ, ഇത് അങ്ങോട്ട് നടന്നാൽ നീ അത് ശരിയല്ല, അവിടെ വരെ നിൽക്കും. വെറുതെ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ വിശ്വാസമാണ് 17-ാം അധ്യായത്തിന്റെ ഫസ്റ്റ് ക്ലോസ്. ഇനി തുടർന്ന് അവർ പറയുകയാണ്, ഇഫ് നോട്ട് there is no compromise at all. ഇനി അങ്ങനെ അല്ലെങ്കിലും ഞങ്ങൾ ഇതിനോട് കോംപ്രമൈസ് ചെയ്തു. നമുക്കങ്ങനെ ഒരു കോംപ്രമൈസ്, അങ്ങനെ ഒരു പ്രസ്താവനയുണ്ടോ? എനിക്കൊരു രോഗം വന്നു, എനിക്കൊരു പ്രതികൂലത വന്നു, എനിക്കൊരു പ്രതിസന്ധി വന്നു, എന്റെ ദൈവമേ, ഈ പെരുന്നാൾ കഴിയുമ്പോൾ ഈ ആരാധന ഞാൻ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇത് കഴിയണമേ, ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഈ പള്ളി അത്ര പോരാ, കാരണം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേറൊരു പള്ളിയിലേക്ക് ഓടാം. ഇതാണ് ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ വിശ്വാസം. പക്ഷെങ്കിൽ ഈ പ്രതികൂലതകളുടെ നടുവിലും ഉറച്ച വിശ്വാസം, ഇനി അങ്ങനെ അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇതിനോട് കോംപ്രമൈസ് ചെയ്യുവാൻ കഴിയില്ലെന്ന് പറയുന്നൊരു ബോധ്യം. ഇതാണ് ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രതികൂലതകളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും പരീക്ഷ എന്റെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പോക്ക് വഴിയും അതിനോട് കൂടെ ഉണ്ടാകും. ഇനി അതിന് ചില കാലതാമസം ഉണ്ടായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം അങ്ങ് നേടിയാൽ പിന്നെ ദൈവം എനിക്ക് ആരാണ്? പിന്നെ ഞാൻ ഇതിനാണ് ഈ പള്ളിയിൽ വരുന്നത്, പ്രാർത്ഥിക്കുന്നത്, നേർച്ച നടത്തുന്നത്. ബിയോണ്ട് അവർ ലിമിറ്റ്, ബിയോണ്ട് അവർ മണി പവർ. നമുക്കൊക്കെ നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കുന്നതിന് അപ്പുറമായ എന്തോ എന്നാണ് ആര്? ദൈവം. അതുകൊണ്ടാണ് നാം ഇപ്പോഴും ദൈവത്തെ എന്ന് വിളിക്കുന്നത്. നമുക്ക് എല്ലാം പറ്റുന്നതാണെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കുമായിരുന്നു? ഇല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ട ബോധ്യം, ദൈവമേ, ഈ പ്രതികൂലതകളെ മാറ്റുവാൻ സർവശക്തനായ നിനക്ക് കഴിയും. ഇനി അങ്ങനെ അല്ലെങ്കിലും അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കണമേ എന്നുള്ളതാണ്. 2-ാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയത്തിന്റെ കുറവുകളുണ്ട്. 3-ാമതായി ഈ വേദഭാഗം ഈ കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അത്തിമരമായി മാറുവാനുള്ള ദൈവനിയോഗം. എന്തുവാ? അത്തിമരമായി മാറുവാനുള്ള ദൈവനിയോഗം. നോക്കിക്കേ, സഖായി ഒരു പരിശ്രമം നടത്തി, അപ്പോൾ കാണാൻ പറ്റുന്നില്ല. എന്താ പറ്റി? ആൾക്കൂട്ടമാണ്, ആള് ഷോർട്ടാണ്, കർത്താവിനെ കാണുവാൻ പറ്റുന്നില്ല. അവിടെ പറയുന്നു, അവൻ എവിടേക്ക് ഓടി? അവൻ അടുത്ത് കണ്ട ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു. അതിലെയായിരുന്നു ക്രിസ്തുവിന് പോകേണ്ടിയിരുന്നത്. അത്തിമരമായി മാറുവാനുള്ള ഈ കാലഘട്ടത്തിലെ ദൈവനിയോഗം ഈ വചനത്തിൽ അടിസ്ഥാനമായി നാം വിസ്മരിച്ചു പോകരുത്. സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യന് അവന് ദൈവദർശനം സാധ്യമാകുവാൻ അവിടെ എന്താവശ്യമായി വന്നു? ഒരു അത്തിമരം അവന് ആവശ്യമായി വന്നു. എന്റെ നിങ്ങളുടെയും ജീവിതം കൊണ്ട് ദൈവമേറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. നിന്റെ ജീവിതം കൊണ്ട് അനേകർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഒരു അത്തിമരമായി ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾക്കും ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഏറെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് മറ്റൊരുവന് ഉപകാരപ്രദമായി, സൗഖ്യമായി, സന്തോഷമായി, പ്രകാശമായി മാറുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഇന്ന് അത്തിമരമായി മാറുവാൻ സാധിക്കാതെ പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന 2 കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ ഉള്ളതിൽ നിന്ന് സഹോദരന് കൊടുക്കുവാൻ, സഹായിക്കുവാൻ കഴിയാതെ പോകുന്നത്? ഒന്ന്, എന്റെ സെൽഫിഷ് മൈൻഡാണ്, ഇല്ലേ? എന്റെ സ്വാർത്ഥത, എനിക്ക് മാത്രമേ ആകാവൂ. മറ്റൊരാൾക്ക് കൊടുത്താൽ അവരൊരു പക്ഷെ അവർ എന്നേക്കാൾ നാളെ വളർന്നാലോ എന്നുള്ള ബോധ്യം.
അയൽക്കാരനെ കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ. ഇവിടെ യൂറോപ്പിൽ നിങ്ങളോട് അയൽക്കാരനെ കുറിച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളാരും അയൽക്കാരെ കാണുന്നില്ലെന്ന് ഞാൻ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് മനസ്സിലാക്കി. ഒന്നൊരു ഇംഗ്ലീഷുകാരനാന്ന് പറയും, മറ്റേത് ഫ്രഞ്ചുകാരനാന്ന് പറയും, പോളിഷുകാരനാന്ന് പറയും. എല്ലാം പോളിഷ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിരിക്കുക. നാട്ടിൻപുറങ്ങളിൽ അങ്ങനെയല്ലല്ലോ, ഇല്ലയോ? ഇവിടെ ഒരു സങ്കടം ഉണ്ടായാൽ അപ്പുറത്ത് അറിയുന്നൊരു കാലമുണ്ടായിരുന്നു. അറിയണം, കാരണം അവനെ സഹായിക്കുമ്പോൾ വേറെ ആരുമില്ല. കാരണം അവിടെ ഒരു സെൽഫിഷ് മൈൻഡ് വർക്കൗട്ട് ആയപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇന്ന് സമ്പന്നതയുടെ നടുവിലാണ് കേരളവും നസ്രാണികളുമെങ്കിലും അവന് സഹായിക്കുവാനായിട്ട് തോന്നാത്തതിന് കാരണം ഒരു സെൽഫിഷ് മൈൻഡ്. 2, അവരൊന്നിനും സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് ആണോ? അന്നത്തെ പ്രാർത്ഥന ദൈവമേ UK വരണമെന്നാ. ഇന്ന് ഞാൻ സംസാരിച്ച പലരും പറയുന്നത് ഓസ്ട്രേലിയക്ക് ഒന്ന് പോകണം വെച്ചാൽ ഇല്ലേ? ഷൈജു വെച്ചിനും പറഞ്ഞ് ഞാൻ ഓസ്ട്രേലിയ പോകണമെന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടില്ല, വെറുതെ പറഞ്ഞു. പക്ഷെ പലരുടെയും മനസ്സിൽ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പോരാ. പ്രാർത്ഥിച്ചത് നേരത്തെ വന്നാൽ മുഴുവൻ എവിടെ വരാനായിരുന്നു? UK വന്ന് ഇന്ത്യ വഴി ഓസ്ട്രേലിയ ഇച്ചിരി പാടാച്ച, UK വഴി ഓസ്ട്രേലിയ പോകാൻ എളുപ്പമാണ്. ജീവിതത്തിൽ സ്വപ്നങ്ങൾ വേണ്ടെന്നല്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ല. ഉള്ളതുകൊണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്വപ്നങ്ങളിലേക്ക് വളരുന്നതെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ ആ ഉള്ളതിൽ ദൈവമേ ഇതിൽ ഞാൻ സന്തോഷമാണ്, ഇതിൽ നിന്ന് എനിക്ക് നൽകുവാൻ കഴിയുന്നുണ്ടോ? അത്യപരമായി മാറുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണമെങ്കിൽ മറ്റുള്ളവനെ സഹായിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരു മനസ്സുണ്ടാകണം. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. കൊട്ടാരക്കര തിരുനാളിലൊക്കെ ഇവിടെ കാണുമായിരിക്കില്ലേ? കൊട്ടാരക്കരയിൽ നടന്നൊരു സംഭവമാണ്. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊട്ടാരക്കരയിലെ പഞ്ചായത്തിൽ മാലിന്യം പറക്കുന്ന ഒരു അമ്മയുടെ പേര് വിലാസിനി അമ്മയെന്നാ, കേട്ടോ. എന്നത് പറഞ്ഞേ, അതെ, ഇന്ന് അച്ഛനെ മറന്നാലും സക്കായിയെ മറന്നാലും ഈ പേര് മറക്കരുത്. ഏത് പേരാ? വിലാസിനി അമ്മ. യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യണം. ഈ വിലാസിനി അമ്മയുടെ കഥ കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഈ വിലാസിനി അമ്മ പ്രശസ്തയായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പ്രധാന വാർത്തകളിലൊക്കെ ഒരു ദിവസം ഈ വിലാസിനി അമ്മ ദുബായിൽ ഒരു മലയാളി അസോസിയേഷന്റെ ആദരവ് ഏറ്റുവാങ്ങി സ്റ്റേജിൽ ഇങ്ങനെ തളർന്നു വീണു. നിങ്ങൾ അതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ അതിന്റെ സംഭവം ഒന്ന് കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. അത് വലിയ വാർത്തയായിരുന്നു. എന്താണെന്ന് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടായപ്പോഴാണ്, വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പ്രായമുള്ള അമ്മയാണ് വിലാസിനി അമ്മ. ഭർത്താവ് നേരെ മരിച്ചു. വലിയ പ്രായമുള്ള ഒരു അമ്മയുണ്ട്. ഒരു മകളെ കെട്ടിച്ച ആ മകളുടെ മകനും, അതായത് മരുമകനും തീർത്ത് വയ്യാതെ വീട്ടിൽ തന്നെയാണ്. ഈ അമ്മയാണ് ആ വീട്ടിലെ ഏക വരുമാന മാർഗം. നിങ്ങൾ പോയി കണ്ടാൽ മതി. അതുകൊണ്ട് ഞാനത് വിശ്വാസത്തോട് പറയുന്ന കള്ളക്കഥയൊന്നുമല്ല, നിങ്ങൾ പോയി കണ്ടാൽ മതിയാവും. അവിടെ ഈ അമ്മയുടെ തൊഴില് ഞാൻ പറഞ്ഞല്ലോ, എന്തുവാ, പഞ്ചായത്തിൽ മാലിന്യം പറക്കുക എന്നുള്ള സ്ത്രീ സമൂഹ കൂട്ടായ്മയില്ല. ഈ അമ്മയ്ക്ക് ക്യാൻസറാണ്. ഈ അമ്മയ്ക്ക് ക്യാൻസറിന് കീമോ എടുക്കുവാൻ ഏറെ പ്രയാസമാണ്. പൈസ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, സർക്കാർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും അതിലേക്ക് വരുമ്പോഴേ അതിന്റെ പ്രയാസങ്ങൾ അറിയുകയുള്ളല്ലോ. ഈ അമ്മയ്ക്ക് വീട്ടിലിരിക്കുവാൻ കഴിയത്തില്ല. കാരണം ഈ അമ്മ പോയി ഈ മാലിന്യം പറക്കുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ വേണം ഈ കുടുംബം നടത്തുവാൻ. പോട്ടെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ വിലാസിനി അമ്മയും കൂടെയുള്ള സഹോദരിമാരിലൂടെ പത്തനാപുരത്തിനടുത്തുള്ള ഒരു അഭയ കേന്ദ്രം, ഒരു ഈ ആരോഗ്യമില്ലാത്തവരെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ കാണാൻ പോയി, കേട്ടോ. പ്രത്യേകിച്ച് നാട്ടുപുറങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ഈ നോയമ്പൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കേട്ടോ, ഈ സമാജക്കാരോടല്ലോ ഒരൊറ്റ പോക്കും. എങ്ങോട്ടാ വന്ന് അറിയോ? ഈ അമ്മമാരെ, ആരും ഇല്ലാത്തവരെ. കാരണം നാളെ ഇനി ഇവിടെ ഞാൻ വന്നാൽ വഴിയൊന്നാതെ അറിയണം, പിന്നെ ഈ വീട്ടിൽ കാണുന്നതല്ല ജീവിതം, ഇതുകൂടെ ആണെന്ന് അറിയണം. നമ്മളിങ്ങനെ സേഫ് സോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പോഴാണ് ഈ മരുമകളെടുത്ത് എറിയുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പരിപാടികൾ നടത്തും, അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെപ്പോഴും വലിയ വലിയ ടൂറുകളിലേക്ക് പോകുന്നുണ്ട്, ഇതൊന്നും നമ്മുടെ ബോധ്യങ്ങൾ വരാൻ സാധ്യതയില്ല. ഇവിടെ ഈ അമ്മ ഇവർ ഈ കൂട്ടായ്മ പോയത് ആരുമില്ലാത്ത ഒരു വളർത്തുന്ന അന്ന് ചെല്ലുന്ന ദിവസം ഈ പത്തനാപുരത്തെ അഭയ കേന്ദ്രത്തില് ഒരു കുഞ്ഞിന്റെ 28 കെട്ട് ചടങ്ങ്, നൂലുകെട്ട് ചടങ്ങ്, കേട്ടോ. പല നാട്ടിൽ പലതാ പറയുന്നത്. 28 കറുത്തയുള്ള കിട്ടുമല്ലോ. സ്വർണ്ണമുള്ളവർ സ്വർണ്ണം കെട്ടിക്കോ. ഓരോ നാടിന്റെ പ്രത്യേകത അതറിയാം. 28 ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ചടങ്ങാണ്. അപ്പൊ ഈ ചടങ്ങ് നടക്കുക, ഈ അമ്മയും ഈ സഹോദരിമാരും ഇതൊന്നും അറിഞ്ഞിട്ട് എന്നല്ല, വെറുതെ ചെന്നതാണ്. ഈ അമ്മ ഇവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ടേബിളിൽ ഒരു കുഞ്ഞിനെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെ ഇതുപോലെ ഈ ടേബിളിൽ കിടത്തി അതിന്റെ അന്തേവാസികള് ഒരു കറുത്ത ചാറിനെടുത്ത് ഇങ്ങനെ അരിയിൽ കെട്ടുകയാണ്. ഈ അമ്മയും ഈ കൂട്ടായ്മയിൽ പോയ സഹോദരിമാരെല്ലാം ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിന്ന്. നമ്മൾ ആദ്യം പറയും കൊള്ളാം, നല്ല പരിപാടിയായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ മാത്രം പറയത്തില്ലായിരിക്കും.
വന്നാൽ ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാറുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഈ വിലാസിനി അമ്മ ചെയ്തത് അതുവരെയുള്ള തന്റെ അധ്വാനത്തിൽ നിന്ന് തന്റെ കഴുത്തിൽ കിടന്ന ആ നൂലോളം ധനമില്ലാത്തൊരു പൊന്നുമാല ഈ അമ്മ അഴിച്ച് ഈ കുഞ്ഞിന്റെ അരയിൽ കെട്ടി. സ്വർണത്തിന് ഇന്ന് റോക്കറ്റിന്റെ വിലയുടെ കാലം 1 ലക്ഷത്തി അത്രയും വില അല്ലെങ്കിൽ തീർത്തും മോശമായ വിലയുള്ള കാലമല്ല. സ്വർണം വാങ്ങിക്കുവാൻ പ്രയാസമുള്ള കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയൊന്നുമല്ല കേട്ടോ. പേരെന്തോ പറഞ്ഞ് ജോസച്ചൻ നല്ല എന്തോ പറഞ്ഞ് വിലാസിനി ഇന്ന് പോയി നോക്കിക്കോ. അതിൽ പറയുന്നു ഈ ചരടോളം കനമേ ഉള്ളൂ. ഈ അമ്മ ഇത് അഴിച്ച് എവിടെ കെട്ടി? ഈ കുഞ്ഞിന്റെ അരയിൽ കെട്ടി. നമ്മളാണ് ഇങ്ങനെ കൈ വെച്ച് ഫ്ലക്സ് ഒക്കെ അടിച്ച് ഇവിടെ വന്നപ്പോ എന്റെ പടം ഇരിപ്പുണ്ട്, അത് ലണ്ടൻ മുഴുവൻ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഈ അമ്മ ആരും കാണാതെ കെട്ടിയതാ. പക്ഷെ ആരോ ഇത് വീഡിയോ പകർത്തി ഇതങ്ങ് വൈറലായി. ഈ അമ്മയെ പിന്നീട് നടക്കുന്ന കഥ ചുരുക്കമായി പറഞ്ഞാൽ ഈ അമ്മയെ എടുത്തുകൊണ്ട് എവിടെ പോയി? ദുബായിൽ പോയി. അവിടെ ഒരു സിനിമാ നടിയാണ്, മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മതി, ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ഈ അമ്മ വിറയാർന്ന കൈകളോട് അത് സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇതൊന്നും സ്വപ്നം കണ്ടതല്ല, ഞാനിതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനിത് ചെയ്തത്. എന്റെ മകളുടെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നി. സമ്പന്നയായ വിലാസിനി അമ്മ ലോക്കറിൽ സ്വർണ്ണമിരിക്കുകയാണ്. ഈ അമ്മയുടെ ഓർത്ത് നോക്കണം പ്രിയമുള്ളവരെ, അത്തിമരമായി മാറുവാൻ എനിക്ക് നിങ്ങൾക്കും ഏറെ സാധ്യതകളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ ഇന്ന് വരെ നമ്മുടെ മനസ്സൊന്ന് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങിയിട്ടില്ല. കാരണം ഞാൻ ഇന്ന് വരെ ഒന്നും സെറ്റായിട്ടില്ലല്ലോ. ഒരു വിലാസിനി അമ്മ കാലങ്ങൾക്ക് പണ്ട് നടന്ന കഥയല്ല. ഈ അടുത്തിടയിൽ വന്ന് കൊട്ടാരക്കരക്കാരായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു സാധാരണക്കാരന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഈ അമ്മയ്ക്ക് അത്തിമരമായി മാറുവാൻ എന്തെല്ലാം പ്രതികൂലതകൾ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അമ്മയ്ക്ക് അവിടെ നിന്നുകൊണ്ട് ഈ കുഞ്ഞിനെന്നാലും നമ്മൾ ചുമ്മാ അടിച്ചുവിട്ടിരുന്ന പോലെ തിരിയോ ശരി, ഭയങ്കര യാതൊരു പ്രശ്നമില്ല, നമുക്കെല്ലാവരും പറയാമല്ലോ. എന്നാലും ഭയങ്കരമായി പോയി ആ കുഞ്ഞിനെ. നമ്മളവിടെ തീർന്നു. ഒരു പ്രസ്താവന നടത്തി, ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവെ കാത്തോണായി, തീർന്നു. ഇതവിടെ തീരുകയല്ല. ഈ അമ്മ ഉള്ളതിൽ നിന്ന് സന്തോഷമായിട്ട് അമ്മയെ കുറിച്ചുള്ള ചരിത്രം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നത്. ഈ വിലാസിനി അമ്മയ്ക്ക് എന്തായി മാറുവാൻ കഴിഞ്ഞു? അത്തിമരമായി മാറുവാൻ. കാരണം ഈ അത്തിമരത്തിലൂടെയാണ് സഖായി നേടി ക്രിസ്തുവിനെ കാണുന്നത്. വിശുദ്ധനായ ഗീവർഗീസ് ഒരു അത്തിമരമാണ്. പരിശുദ്ധിയായ ദൈവമാതാവ് നമുക്കൊരു അത്തിമരമാണ്. അവരിലൂടെ നമ്മൾ ക്രിസ്തുവിലേക്കാണ് കടന്നു പോകുന്നത്. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏറെ ആളുകൾക്ക് ആത്മീയമായും ഭൗതികമായും സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന അത്തിമരമായി മാറുവാനുള്ള എത്രയോ സാധ്യതകൾ എന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ അതൊക്കെ വിസ്മരിച്ചു പോവുകയാണ്. മൂന്നാമതായി ഞാൻ ഓർമ്മിപ്പിച്ചത്, ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത്തിമരമായി മാറുവാനുള്ള സാധ്യത. ഒരു എഴുത്തുകാരന്റെ ഭാഷയിൽ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു. ഈ അത്തിമരത്തോട് ചോദിച്ചു, നീ ലോകത്തിന് നൽകിയ ഏറ്റവും മനോഹരമായ ഫലമേന്നും ചോദിച്ചപ്പോൾ ആ അത്തിമരം പറയുകയാണ് ആ എഴുത്തുകാരന്റെ ഭാഷയിൽ, സക്കായ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ക്രിസ്തുവിനായി കൊടുത്തു എന്നുള്ള ഒരു മനോഹരമായ ഫലമാണ് എനിക്ക് ഈ ലോകത്തിന് നൽകുവാൻ കഴിഞ്ഞത്. ആ അത്തിമരം അഭിമാനിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ഏറെ നന്മകൾ ചെയ്യുവാൻ സാധ്യതകളുള്ളപ്പോൾ പലപ്പോഴും ഞാൻ നിങ്ങളെ അതിനു നേരെ കണ്ണടച്ച് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ പെരുന്നാളിൽ നമുക്കുണ്ടാകണം. തലമുറകൾക്ക് അനുഗ്രഹമായ ഒരു അമ്മ ഇവിടെ നിൽക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിന്റെ ഉള്ളത് തന്നെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുകയാണ്, പറിച്ചു കൊടുക്കുകയാണ്. നെഞ്ചുപൊട്ടുന്ന അനുഭവത്തോടെ ഒരു മകന് ജന്മം കൊടുത്ത് ആ മകന്റെ മരണം വരെ കാൽവരി കണ്ട ഒരു അമ്മ ഈ ലോകത്തിന് പകർന്നു കൊടുത്തതാണ്. അതിന്റെ ഓർമ്മ പെരുന്നാളിലൂടെ ആ അമ്മയുടെ മധ്യസ്ഥയിലാണ് ഞാനും നിങ്ങളും പോകുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറെ നന്മകൾ ചെയ്യുവാൻ സാധ്യതകൾ നമുക്കുണ്ട്. നാലാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സക്കായി ഓർമ്മിപ്പിക്കുന്നു, തിരിച്ചറിവിനും തിരുത്തലിനും നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകണം. എന്താ വേണം? തിരിച്ചറിവ് മാത്രമല്ല, തിരുത്തലും വേണം. തിരിച്ചറിവ് നമുക്കില്ലയോ? പിന്നെ ഏറെ തിരിച്ചറിവുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് തിരിച്ചറിവുണ്ട്, പക്ഷെ നമുക്ക് എന്തോ ഇല്ല, തിരുത്തുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. പത്രോസിനെ കർത്താവ് ഒന്ന് നോക്കി ഇല്ലയോ? ആ തള്ളി പറഞ്ഞതിനേക്കാൾ ഏറിയ പശ്ചാത്താപം അവന്റെ മനസ്സിലുണ്ടായി. അവൻ എന്ത് ചെയ്തു? അവൻ തിരുത്തി. യൂദായും തെറ്റ് ചെയ്തു, പക്ഷെ അവൻ തിരുത്താൻ സമയമുണ്ടായോ? അവൻ തിരുത്തിയില്ല. ധൂർത്തപുത്രന്റെ ഉപമയിലും കാണുന്നത് തന്നെയാണ്. അവൻ തെറ്റ് ചെയ്തു, അവൻ അകന്നു പോയെങ്കിലും തിരുത്തുവാൻ അവനൊരു മനസ്സുണ്ടായി. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഈ കാലഘട്ടത്തിൽ ആത്മീയ വചനങ്ങളോ ദൈവീക ശുശ്രൂഷകളോ
പങ്കെടുക്കാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല ഈ കാലഘട്ടം എന്നിങ്ങനെ ആയിരിക്കുന്നത്. തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 5Gയും 6Gയുടെ സ്പീഡിൽ നാം ഇന്ന് ഏറെ ഇൻഫർമേഷന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് തിരുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. ശിവ നമസ്കാരത്തിൽ പാടുന്നു, എന്തബലം നാളെ എന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും. കാലം പോകുന്നു, പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക നാഥ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ശരണം നിൻ കൃപതാൻ. ലോട്ടറി എങ്ങനെ പറയുന്നേ? നാളെ നാളെ നാളെ, ഇല്ലയോ? എന്റെ മനം നാളേക്കെന്ന് ഓരോ ദിനവും ഞാൻ പറയുന്നു. കാലം ഇങ്ങനെ കടന്നു പോകുന്നു, എന്റെ പാപം ഇങ്ങനെ കൂടുന്നു. ഇന്ന് ചിന്തിക്കും, നാളെ അനുദപിക്കും, ഇല്ലയോ? ഇപ്പൊ നമ്മളൊരു അനുതാപത്തിന്റെ കൂടെ നാളെ നേരം എടുക്കുമ്പോ ഇനിയിപ്പോ അടുത്ത പെരുന്നാളൊക്കെ അവിടെ കുറച്ച് കുഴപ്പമില്ല. അച്ഛനും കോന്നിപ്പേക്കാണ്, ഞങ്ങൾ കേട്ടു തിരുത്തരിടത്തോ അവിടെ തീരും. തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു, എന്തില്ല? അതില്ല, തിരുത്തില്ല. ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്നും അറിയാൻ വയ്യാണ്ടൊന്നുമല്ല. ആണോ? ഈ കാലഘട്ടത്തിൽ നമുക്ക് നന്മയേത്, തിന്മയേത്, സത്യമേത്, മിഥ്യേത് എന്നറിയാത്തൊരു കാലഘട്ടത്തിലല്ല. പക്ഷെ ഇന്ന് ഇതെല്ലാം അസത്യത്തെ സത്യമായി കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഇല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമുക്കിപ്പോ കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഏതാന്നുള്ളത് അറിയണമെങ്കിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പോ പറഞ്ഞു, ഈ തിരി ഒറിജിനൽ തിരിയാണോ, കത്തുവാണോ, അതോ ഇനി അച്ഛനോട് ചോദിച്ചു. ഇന്നെല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. നമുക്കൊന്ന് ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമായില്ല. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? തിരുത്തുവാൻ കഴിയണം. കാരണം അവസാനിപ്പിക്കട്ടെ. 1-ാമത്തെ വാക്യത്തിൽ സമ്പന്നനായ ഒരു സക്കായി, ഏറെ പറയുവാനുണ്ട്, സമയത്തിന് ചുരുക്കം കൊണ്ട് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം ഏറെ നിരാശനായി ഓടുകയാണ്. അദ്ദേഹത്തിന് ഈ ലോകപ്രകാരം സകലതുമുണ്ട്, പക്ഷെ ആര് കൂടില്ല? ദൈവം കൂടെയില്ല. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടു, നീ അബ്രഹാമിന്റെ മകനായെന്ന് പറയുമ്പോൾ സക്കായി പറയുകയാണ്, കർത്താവേ, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ആർക്ക് കൊടുക്കുന്നു? പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. ഇല്ലയോ? ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്. ഒരു 3000 പൗണ്ടാണ് നിങ്ങളുടെ സമ്പാദ്യം എന്നങ്ങ് വെച്ചോ. എത്ര? 3000 പൗണ്ട്. അപ്പൊ അവിടെ പറയുകയാണ്, പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തു. ഇനി എത്ര ഉണ്ട്? അയ്യോ, എത്ര ഉണ്ട്? ഇംഗ്ലീഷ് മലയാളം മനസ്സിലായില്ലയോ? 1500 ഉള്ളൂ. ഇവിടെ സക്കായി പറഞ്ഞു, കർത്താവ്, ഞാൻ പകുതി പാവപ്പെട്ടവർക്ക് കൊടുത്തു. അടുത്ത ക്ലോസ് എന്താ പറയുന്നത്? ഇനി ഞാൻ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് 1-ന് 4 വീതം തിരിച്ചു കൊടുക്കുന്നു. സക്കായി നന്നായിട്ട് ഊറ്റിയെടുത്ത. കാരണം എന്താ അറിയാം? വെറും ഒരു ചുങ്കക്കാരനല്ല. അവിടെ പറയുന്നുണ്ട്, ചുങ്കക്കാരിൽ ആരാ? പ്രമാണിയായിരുന്നു. നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ പകുതി വെച്ചതൂടെ 4 തവണ എല്ലാവർക്കും കൊടുത്തു തീർക്കാനില്ല. അദ്ദേഹം ഒരു ബിഗ് സീറോ ആയി. പക്ഷെങ്കിൽ ഈ 10-ാം വാക്യത്തിൽ അതേ ഒരു ഹീറോയായി നിൽക്കുകയാണ്. കൂടെ ആരുണ്ട്? ക്രിസ്തുവുണ്ട്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ലോകപ്രകാരം നമുക്ക് ഏറെ സമ്പാദ്യങ്ങളും ഏറെ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴും എന്തോ ചിലതില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ നിന്ന് നാം ഏറെ അകലെയാണോ എന്നുള്ളൊരു ബോധ്യം. ആദ്യം പറഞ്ഞ വാക്യം വീണ്ടും ആവർത്തിക്കുന്നു, ദൈവമേ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇങ്ങോട്ട് കേട്ടെ, നാളെ കൂടെ എന്നെ കേട്ടാൽ മതി. അവസാനിപ്പിച്ചു. ക്യാമറാമാൻ വന്നു, സ്വിച്ച് ഓഫ് ചെയ്തു, സമയം കഴിഞ്ഞെന്ന. ഇത് കേട്ടാ എന്താ പറയുന്നത്? ദൈവമേ, ഞാൻ ആയിരിക്കുന്ന എന്ന് പറഞ്ഞേ, ദൈവമേ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ആകാമായിരുന്നൊരവസ്ഥ. ആത്മാർത്ഥമായിട്ട് എന്നെ ഉത്തരം എനിക്ക് വേണ്ട. എനിക്ക് ആകാമായിരുന്നൊരു സത്യസന്ധമായ ഒരു ജീവിതം ഉണ്ടല്ലോ. നമ്മുടെ മനസ്സാക്ഷി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആ മനസ്സാക്ഷി പറയുന്ന ആകാമായിരുന്നൊരു ജീവിതം ഉണ്ടായിരുന്നു. ഉഴപ്പൊക്കെ കളഞ്ഞ് വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായി ആത്മാർത്ഥമായി ജീവിക്കാമായിരുന്നൊരു അവസ്ഥയുണ്ട്. പക്ഷെ ഞാനിന്ന് പുറമേ ഇന്ന് കുറെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്, അല്ലേ? മാലേക്ക് അച്ഛൻ വന്നിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ആയിരിക്കുന്ന വൈദികനിൽ നിന്ന് ഞാൻ ആകാമായിരുന്നൊരു വൈദികനിലേക്കുള്ള ഒരു അകലം ഇതായിരിക്കണം ഈ പെരുന്നാളിൽ നാം കണ്ടെത്തേണ്ടിയിരിക്കണം. അവസാനിപ്പിക്കട്ടെ. സക്കാട് ജീവിതത്തിലൂടെ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, ക്രിസ്തീയ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ദൈവദർശനമാകണം. ഈ ആരാധനയും ഈ കൂടിവരവും ഒക്കെ നമുക്ക് കേവലം ഒരു എന്താ പറയുന്നത്, പരസ്പരം കണ്ടുമുട്ടി ബൈ പറഞ്ഞു പോകാനുള്ളതല്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നാം തമാശയ്ക്കായി നാം ക്രിയേറ്റ് ചെയ്തതല്ല. കാരണം ഇവിടെ നാളെ അർപ്പിക്കുന്നത് കാൽവരി കുരിശിലെ പെസഹായുടെ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ
ഓർമ്മയാണ്, അനുസ്മരണമാണ്, ആവർത്തനമാണ്. അപ്പൊ നമുക്കതിന് തമാശയെ കാണുവാൻ കഴിയുകയില്ല. ഇതിനപ്പുറം നമുക്ക് ചില സന്തോഷങ്ങളൊക്കെ വേണ്ട എന്നല്ല. പക്ഷെ ആരാധനയിൽ നാം ആത്മാർത്ഥമായ ഒരു അർപ്പണം നമുക്കുണ്ടാകുമ്പോൾ ദൈവദർശനം നമുക്ക് സാധ്യമാകും. രണ്ടാമതായി ഞാൻ ഓർമ്മിപ്പിച്ചത്, ദൈവദർശനത്തിന് നാം ഒരു മുമ്പിലേക്ക് ഒരു പടി വെക്കുമ്പോൾ ചില പ്രതികൂലതകൾ നമ്മളെ ഒന്ന് പരീക്ഷിക്കുവാൻ വരും. പരീക്ഷ തരുന്ന ദൈവം അതിനോടൊപ്പം അതിന്റെ സൊല്യൂഷനും നമുക്ക് നൽകും. ഇനി അങ്ങനെ അല്ലെങ്കിലും അല്ലേ, ആ 3 ചെറുപ്പക്കാരുടെ പ്രാർത്ഥന പോലെ, ഇനി അങ്ങനെ അല്ലെങ്കിലും ജീവിതത്തിന്റെ പ്രതികൂലതകളിൽ ദൈവത്തെ പഴി പറയാതെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആരും ഇല്ലെന്ന് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ വിചാരം എല്ലാവരും അങ്ങനെ, നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ. എല്ലാ പള്ളിയിലും ഇങ്ങനെ അച്ഛാ, എല്ലാവരും ഇങ്ങനെ അച്ഛാ, ഇല്ലയോ? അങ്ങനെ ചിന്തിക്കരുത്. ഇന്നും വ്യക്തിപരമായി പലരെയും നാം അടുത്തറിയുമ്പോൾ ഏറെ സങ്കടങ്ങളും ഏറെ നൊമ്പരങ്ങളും ഏറെ പ്രതികൂലതകളും ദൈവം കൊടുത്തിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ഇത് എന്നോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാത്ത എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയോ? അതില്ലെന്നൊന്നും നാം ധരിക്കരുത്. നമുക്ക് ആ അവസ്ഥ വരെ വന്നിട്ടില്ലെന്നുള്ളത് മാത്രം. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കാതെ പ്രതികരിക്കാതെ ദൈവമേ തരുന്ന പ്രതികൂലതകളിൽ മുൻപോട്ട് ധൈര്യത്തോടെ പോകാൻ നമുക്കിടയാകണം. 3 ഞാൻ ഓർമ്മിപ്പിച്ചു. എന്തായിരുന്നു? അത്യുമരമായി മാറുവാൻ നിയോഗം. ഈ മണ്ണിൽ നിങ്ങൾ ജീവിക്കുമ്പോഴും ദൈവം നൽകുന്നതിൽ നിന്ന് ദശാംശം മാറ്റി കൊടുക്കുവാൻ നിങ്ങൾക്ക് എത്രയോ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. ഇവിടെ ഒരു വീട് വാങ്ങുന്നതും ഇവിടെ ഒരു നല്ല കാർ വാങ്ങുന്നതും ഒക്കെ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും അവനവനോട് ചോദിക്കണം, ദൈവം ഞാൻ എത്രത്തോളം വളർന്നു, എത്രയോ അത്തിമരത്തിന്റെ ശാഖകൾ എന്നിൽ നിന്ന് പുറപ്പെടാമായിരുന്നു. ഒരമ്മ, പേരെന്തോ? വിലാസിനി അമ്മ. ഈ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലും സമ്പന്നതയൊന്നും വേണ്ട, ഉള്ളതിൽ നിന്ന് മനസ്സറിഞ്ഞു കൊടുക്കുവാൻ കഴിയുമെന്നൊരു അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. 4മതായി തിരിച്ചറിവ് മാത്രമല്ല, അതേപോലെ തിരുത്തലുകളും വേണം, ഇല്ലയോ? തിരിച്ചറിവ് മാത്രം പോരാ, എന്തോ വേണം? അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഈ പെരുന്നാൾ അതിൻ്റെ ഒരല്പമെങ്കിലും സായുധമാക്കുവാൻ, ആക്സെപ്റ്റ് ചെയ്യുവാൻ, അതിന് നമ്മുടെ ലൈഫിൽ അതൊരു കറക്ഷനായി കണ്ടുകൊണ്ട് അത് ക്ലിയർ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ പെരുന്നാൾ അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ ഇതും നമ്മുടെ ആസ്തി കൊണ്ട്, നമ്മളുടെ എന്താ പറയുക, നമ്മുടെ കഴിവുകൊണ്ടൊക്കെ നമ്മളിതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ഉള്ളിൽ ഓരോരുത്തരും ഓർക്കണം, ദൈവമേ ഇതൊരു ദൈവ ശുശ്രൂഷയാണ്, ഇതൊരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ള കൂടിവരവാണ്. അപ്രകാരം ഈ കൂടിവരവ്, ഈ സന്ധ്യ, നാളത്തെ ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ജോസ് അച്ഛന് ഒരു വാക്ക് നന്ദി പറയുന്നവരും കൂടാതെ നമ്മുടെ പെരുന്നാളിന് ഒരാശംസ അർപ്പിക്കുന്നവരുമായി നമ്മുടെ സ്വന്തം തിരുവച്ചനെ ഞാനിപ്പോൾ ക്ഷണിക്കുകയാണ്. അച്ഛനും കൊച്ചമ്മയും കുഞ്ഞും വന്നിട്ടുണ്ട്. നാളെ അച്ഛന് വരാൻ സാധിക്കത്തില്ല, നാളെ ഗിരികറി വരും. പക്ഷെ നാളെ അച്ഛനും കൊച്ചമ്മയും വരത്തില്ല. അപ്പം ഇന്ന് നമ്മുടെ പെരുന്നാളിന് ഒരാശംസയും നമുക്ക് വേണ്ടി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസ് അച്ഛന് ഒരു നന്ദിയും അർപ്പിക്കുന്നതിന് വേണ്ടി അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കേൾക്കാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജോസ് ശാമുലച്ചൻ, ഷൈജു അച്ഛൻ, പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണമാണ് നാം ഓരോരുത്തരുടെ കൂടി വന്നിരിക്കുന്നത്. അനുഗ്രഹീതമായിട്ടുള്ള സന്ധ്യ നമസ്കാരത്തിലും പ്രദക്ഷിണത്തിലും അതുപോലെ തന്നെ വചന ശുശ്രൂഷയിലും നമ്മൾ പങ്കുചേർന്നല്ലോ. ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പരിമിതികളൊക്കെ പലതും പല രീതിയിലും ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ദേവാലയം. പരിമിതികൾ നമുക്ക് പലതുമുണ്ട്. നമ്മളെല്ലാം നാട്ടിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പള്ളിയിലൊക്കെ കൂടി നടന്നവരും വളർന്നു വന്നിട്ടുള്ളവരൊക്കെയാണ്. പക്ഷേ ഇവിടെ പരിമിതികളുണ്ട്, നമുക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഇത്രയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ ബലിയൊക്കെ അർപ്പിക്കുന്ന സമയത്ത് അത് ദൈവം തീർച്ചയായിട്ടും കാണുകയും വേണ്ടതായിട്ടുള്ള സ്വർഗീയ നന്മകൾ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇന്ന് ഈ സന്ധ്യയിൽ വളരെ അനുഗ്രഹപ്രദമായിട്ട് വചന ശുശ്രൂഷ നടത്തിയ ഓരോരുത്തരുടെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ ദൈവവചനം പങ്കുവെച്ചു തന്ന ബഹുമാനപ്പെട്ട ജോസ് ശമുവേലച്ചനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും
ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ്റെ നാമത്തിലും ഈ ഇടവകളിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിലും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. അച്ഛൻ വളരെ തമാശ രീതിയിൽ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അത് പറഞ്ഞതിൻ്റെ അതിൻ്റെ കാമ്പെന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.